സാഹിബാ ഇന്നേതു മേഘദൂത് കാത്തു നിൽപ്പൂ സാഹിബാ ഇന്നേതു ലോലഗാനം പാടി നിൽപ്പൂ എന്നിലെ സാഗരം മൂകമായി വാർന്നുവോ പിന്നിലാ ചന്ദനം പെയ്തനാൾ വിങ്ങിയോ എന്തോ ഞങ്ങളങ്ങ് അലിഞ്ഞു പോയടാ. ഞാനും പാട്ടിനൊപ്പം അലിഞ്ഞു പോയിന്ന്. ആ ശരിക്കും നീ ഭയങ്കര എൻജോയ് ചെയ്താ നീ ആ പാട്ട്. ഞങ്ങളും അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ജഡ്ജസും ഷാനിക്കടെ കിടന്ന് ഒരു അരേ വായൊക്കെ വരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? അതെ. ഹരിച്ചേട്ടൻ കണ്ണടച്ച് ആസ്വദിക്കായിരുന്നു പാട്ട്. സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. താങ്ക് യു. എന്ത് പറയാനായോ, ചില പെർഫോമൻസസ് നമ്മളെ ഇങ്ങനെ രണ്ടാമതും ചിന്തിപ്പിക്കുന്നത് എങ്ങനെ ഇങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത്. വാക്കുകളില്ല. എന്തായാലും മോൻ ഇങ്ങനെ തന്നെ പോകണം, മുമ്പോട്ട് നന്നായിട്ട് പാടി പോട്ടെ. എല്ലാ റൗണ്ട്സും വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഓരോ റൗണ്ട് ഇതുപോലെ പെർഫോം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. താങ്ക് യു. എത്ര പേര് ഇത് പാടിയിട്ടുണ്ട്. മോൻ പാടിയതിൻ്റെ ആ ഒരു സോൾ കുറേ പേർക്കൊന്നും കിട്ടിയിട്ടില്ല പാടുമ്പോൾ. അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടിയത്. അത് ഔട്ട് ഓഫ് ദ വേൾഡ്. ലൈക്ക് അത്രയും ഞാൻ തുടക്കം മുതൽ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു, ഒരു തെറ്റ് എവിടെയെങ്കിലുമൊക്കെ വരുത്തുന്നു. പക്ഷേ ഇറ്റ് വാസ് എക്സ്ട്രാ ഓർഡിനറി. പിച്ചിങ്, സംഗതീസ്, സോൾ, എക്സ്പ്രഷൻ, വാക്കുകൾ പറയുന്ന എല്ലാം പോയിന്റ് ആയിരുന്നു. അടിപൊളിയായിട്ട് പാടി കേട്ടോ. ആ പാട്ടിനുള്ള ഒരു ഇത് കൊടുത്തു, അതിനുള്ളൊരു വാല്യൂ ആ പാട്ടിനുള്ള. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. അയ്യോ എൻ്റെ മെബൂട്ടാ, എന്തോ ഇതാണ് ശരിക്കും ഈ സോൾഫുൾ മെലഡി എന്നൊക്കെ പറയുന്നത്. അത് ആ സോൾ ഉൾക്കൊണ്ട് പാടുമ്പോഴാണ് ആ മെലഡിക്ക് അർത്ഥം വരുന്നത്. മെബൂട്ടന് അത് 100% ഉൾക്കൊണ്ടിട്ടാണ് പാടിയത്. ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വേറൊരു ലോകത്തേക്ക് എത്തിച്ചു. ഇപ്പൊ ഇതിൻ്റെ ഒരു ദോഷം പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം എത്തിയപ്പം ഒരു സ്ഥലത്ത് മാത്രം ഒന്ന് ഔട്ടായി. അതല്ലാതെ ഫ്ലോലെസ് ആയിരുന്നു ഈ പാട്ട്. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണിത്. കാരണം ഇപ്പോൾ ഫുൾ മാർക്ക് തരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടി ആയതുകൊണ്ട് ആ ചെറിയൊരു സ്ലിപ്പ് കാരണം ചിലപ്പം ഇപ്പം നേരത്തെ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിലും അല്ലായിരുന്നു മെബൂട്ടിന് ഇത് പാടുമെങ്കിൽ അവിടെ തീയും പുകയും ഗോൾഡും എല്ലാം കൂടെ വന്നേനെ. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമാണ്. മനസ്സിലാക്കി പിന്നെ ചെറിയൊരു പിച്ചൗട്ട് വരുമ്പോൾ അവൻ എന്തിനാണ് അവിടെ കൊണ്ടിട്ടത് എന്നിങ്ങനെ ഓർത്തു. പക്ഷെ മറുവശം പറയട്ടെ, മെബൂട്ട് അസാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. ഹായ് മെബിൻ അല്ലേ? ഇവർ രണ്ടുപേരും പറഞ്ഞു തന്നെയാ മോനെ എനിക്കും പറയാനുള്ളത്. ഹരിഹരൻ എന്ന് ഒരു രാക്ഷസൻ, ഒരു മ്യൂസിക്കൽ രാക്ഷസൻ എന്ന് തന്നെ പറയാം. പുള്ളിയുടെ കയ്യിൽ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി സ്റ്റുഡിയോയിൽ ഒരു വേർഷൻ പാടും. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറുമ്പോഴത്തേക്കും ആ പാട്ടിന്റെ വേറെ വേറെ അവതാരങ്ങളാണ് നമ്മൾ കേൾക്കുക. ഹി വിൽ നെവർ സിംഗ് ദ സെയിം ലൈൻ ദ സെയിം വേ ട്വൈസ്. അങ്ങനത്തെ ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പാടി വെച്ചിരിക്കുന്ന വിദ്യാസാഗർ എന്ന ഭയങ്കര ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്ത കോമ്പോസിഷന് വെൻ ടു ജീനിയസസ് കം ടുഗെദർ മാജിക് ഹാപ്പൻസ് അല്ലേ? അപ്പം നമ്മുടെ പണി എന്താണ്? ആ മാജിക്കിനെ നമ്മൾ ഉൾവാങ്ങി നമ്മൾക്ക് എത്രത്തോളം അതിനെ കൺവിൻസിങ് ആയിട്ട് അതിനോട് എത്രത്തോളം നീതി പുലർത്താൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക. ആൻഡ് മോൻ അത് ഇന്ന് ചെയ്തു. യു ഡിഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. ഐ എം ഷുവർ ഈ പാട്ട് ഹരിജി കേൾക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പ്രൗഡായിട്ട് തോന്നുമായിരുന്നു. അത്ര നന്നായിട്ട് മോൻ പാടി. താങ്ക് യു. സോ മൊത്തത്തിൽ സന്തോഷമായി എനിക്ക്. ഹാപ്പി ഗുഡ് ജോബ്. താങ്ക് യു ജഡ്ജസ്. അപ്പൊ നമുക്ക് മാർക്ക് ചോദിക്കാം അല്ലേ? ഞാനും എക്സൈറ്റഡാ. ഹരിച്ചേട്ടാ, ഇതുപോലൊരു ഉഗ്രം പെർഫോമൻസ് തന്നതിന് ഐ എം ഗിവിംഗ് യു 9.5. താങ്ക് യു. ഷാനിക്ക.
ആ പിച്ച് ഔട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ, നീ വേറെ ഒന്നും വിചാരിക്കരുത്. 9.5. താങ്ക് യു. ചേച്ചി എൻ്റെ കയ്യിൽ നിന്നും 9.5. താങ്ക് യു. പാർവതി കണക്കൂട്ടാണ്. അതെ. കണക്കുണ്ട്. ടോട്ടൽ 28.5. താങ്ക് യു. ഇത്രയും പോയതില് ടോപ്പസ്റ്റ് ആയിട്ട് ഇപ്പൊ മെബു എത്തി നിക്കാണ്. 30-ലെ 28.5. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പൊ ഇനി ഇതുപോലെ തന്നെ കട്ടയ്ക്ക് പിടിച്ചോ. ഓക്കെ, ഒരു മാറ്റം വേണ്ട നമുക്ക്. അടുത്ത സ്പീഡൊക്കെയാ വരണേ. ആ അതാ സോൾഫുൾ മെലഡി ഇങ്ങനെ പൊളിച്ചെങ്കിൽ നിന്റെ ഫാസ്റ്റ് ട്രാക്ക് കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ. ഓക്കെ ഒരു കിടിലൻ പെർഫോമൻസ് ആയിട്ട് വാ. ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Superstar